വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടപടികൾ നിയമവിരുദ്ധമെന്ന് ആരോപിച്ച സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പ്രതി ചേർത്ത എഫ്ഐആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയാണ് തള്ളിയത്. മതിയായ കാരണങ്ങളില്ലാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന ഭണ്ഡാരിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത്. പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തതിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലുമെല്ലാം നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും കൃത്യമായ കാരണങ്ങളോടുകൂടി തന്നെയാണ് അറസ്റ്റ് എന്നും കോടതി പറഞ്ഞു. ഇതോടെ പങ്കജ് ഭണ്ഡാരിക്ക് ജയിലിൽ പുറത്തിറങ്ങണമെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വരും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടപടികൾ നിയമവിരുദ്ധമെന്ന് ആരോപിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പ്രതി ചേർത്ത എഫ്ഐആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഹർജി നൽകിയത്. ഈ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. മതിയായ കാരണങ്ങളില്ലാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന പങ്കജ് ഭണ്ഡാരിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സന്നിധാനത്ത് ഇന്നും SIT പരിശോധന തുടരുന്നു. ലീഗൽ മെട്രോളജിയിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. ഇന്നലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളും ദ്വാരപാലക ശില്പപാളികളും ഇളക്കിയെടുത്ത് പരിശോധിച്ചു. നാളെയും മറ്റന്നാളും വിശദമായ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനുശേഷമായിരിക്കും സമഗ്രമായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സന്നിധാനത്ത് ഇന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ലീഗൽ മെട്രോളജിയിലെ വിദഗ്ധരുടെ സഹായത്തോടെയാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. ഇന്നലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളും ദ്വാരപാലക ശില്പപാളികളും ഇളക്കിയെടുത്ത് പരിശോധിച്ചിരുന്നു. നാളെയും മറ്റന്നാളും വിശദമായ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനുശേഷമായിരിക്കും സമഗ്രമായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക. വരുമാനത്തിലും വരവ് ചെലവ് കണക്കിലും അവ്യക്തതകളെന്ന ഓഡിറ്റ് റിപ്പോർട്ടിന് പിന്നാലെ സ്പോൺസർമാരിൽ നിന്നും കിട്ടേണ്ട പണം നേടിയെടുക്കാൻ ശ്രമം തുടങ്ങി സർക്കാർ. ഊരാളുകളടക്കമുള്ള സ്ഥാപനങ്ങളോട് തുകയിൽ ഇളവ് നൽകാനും ആവശ്യപ്പെടും. പമ്പാ തീരത്ത് പന്തൽ ഒരുക്കിയതിലും അതിഥികൾക്കും മറ്റും താമസം ഒരുക്കിയ ഇനത്തിലുമായി വലിയ തുകയാണ് നൽകാനുള്ളതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പണം കണ്ടെത്താനാണ് നീക്കം. 17-ാം തീയതി ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ പണം സമാഹരിക്കാനുള്ള നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുമുള്ള തീരുമാനങ്ങളുണ്ടാകും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധിക്ക് മുമ്പായി സാമ്പത്തിക ഇടപാടുകൾ തീർക്കാനാണ് നീക്കം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കൊള്ളയാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോടതി മേൽനോട്ടത്തിൽ നടന്ന ഒരു പരിപാടിയിലാണ് വൻ വെട്ടിപ്പ് നടന്നത്. പരിപാടിയിൽ പങ്കെടുക്കാത്തവരുടെ പേരിലും വെട്ടിപ്പ് നടന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും VD സതീശൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ പറയുന്ന ഈ ഭജൻ സംഘം അവിടെ പരിപാടി നടത്തിയിട്ടില്ല. അവരുടെ പേരിൽ പൈസ എഴുതി മേടിച്ചിരിക്കുക. പിന്നെ എവിടെയാണ് 4000 പേർക്ക് അവിടെ ഭക്ഷണം കൊടുത്ത്? അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ കണ്ടതല്ലേ? അതിന്റെ പേരിൽ പന്തൽ തൊട്ട് മുഴുവൻ കാര്യങ്ങളിലും അഴിമതിയാണ്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവര് ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും. വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത്. ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന, ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൌരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുന്നതാണ്. പോണ പോക്കിൽ എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോകുന്ന പോക്കാണ്. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കണ്ടതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്.
അറിയാൻ ആഗ്രഹിക്കുന്നതും അവർ ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെടണം കൃത്യമായി. അതുകൊണ്ട് അതെല്ലാം പുറത്തു വരട്ടെ. SIT അന്വേഷണം ബഹുമാനപ്പെട്ട കോടതി തൃപ്തികരമാണെന്ന് സൂചിപ്പിച്ചു. ഗവൺമെന്റിന് ഉൾപ്പെടെയുള്ളത് തന്നെയാണ് തൃപ്തികരമാണ്. ഒപ്പം ഇപ്പോൾ എടുത്ത തീരുമാനം ഒളിവരത്തെക്കുറിച്ചുള്ള അന്വേഷണം അതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നമുക്കെല്ലാം അറിയാൻ അവകാശപ്പെട്ടതും വെളിയിൽ വരേണ്ടതുമായ വിഷയങ്ങളുണ്ട്. അത് വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഈ രംഗത്ത് യഥാർത്ഥത്തിൽ സമഗ്രമായ അന്വേഷണം ആദ്യം മുതൽ ആഗ്രഹിച്ച തരത്തിൽ നിന്നവരാണ് ഗവൺമെന്റ്. അത് മുന്നോട്ട് പോകും. കുറ്റവാളികൾ X or Y ആരായിരുന്നാലും അവരെല്ലാം പിടിക്കപ്പെടണം. ഒരു സംശയവും വേണ്ട എന്നൊരു ഉപദേശിക്കുന്നു. അവിടെ നടത്തിയ ഞാൻ ഇല്ല, എനിക്കറിയില്ല. ഞാനിവിടെ ഉള്ളപ്പോ ഈ യേശുദാസിന്റെ മകൻ അദ്ദേഹവും വേറെ ഒരാൾ ഒരു പാട്ടുകാരുണ്ട്. ഞങ്ങളുള്ളപ്പോഴും അവരെയാണ് കണ്ടുള്ളൂ. നേരത്തെ നടന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഇച്ചിരി താമസിച്ചാണ്. രാവിലെ ഞങ്ങൾ CM ഒക്കെ വരേണ്ടതുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ്സ് എനിക്ക് അതിനിപ്പോ ആദ്യം ഒരു ഭജന നടന്നത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. നേരത്തെ ഒരു ഭജന നടന്നു എന്നുള്ളത് ശരിയാണ്. അതാരായിരുന്നു എന്നോടൊന്ന് ചോദിച്ചാൽ ഈ പണമൊന്നും കൊടുക്കുന്ന ഞാനെല്ലാം ഏർപ്പാട് ചെയ്തത് ഞാനല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. അവരായിരുന്നു എന്നുള്ളത് അന്വേഷിക്കാം. ആയിരുന്നു. അതിൽ അവിടെ ഭജന നടന്നിരുന്നു ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങുന്ന ഈ ഗാനസമ്മേളനം തുടങ്ങുന്നത്. ഇല്ല, പുള്ളിയും കൊടുത്ത് കാണും. അവിടെ ഓർക്കസ്ട്ര ഒക്കെ എല്ലാം ഉണ്ടോ? മറ്റേ സൗകര്യമായിട്ടൊന്നും വിളിച്ച് ചെയ്യാൻ പറ്റില്ല. മറ്റേ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടോ? അവർക്കെല്ലാം പൈസ കൊടുത്ത് കാണുന്നതന്നെ. അതൊക്കെ ഇത് പൈസ നമ്മൾ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു കലാപരിപാടി ഏർപ്പാട് ചെയ്യാനോ അത് പണം കൊടുക്കാനോ ഒന്നും നമുക്ക് ബാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല. ഒരു ഭജന നടന്നിരുന്നു. അത് ആരാണ് കൂട്ടുന്നത് എനിക്കറിയില്ല. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോടതി ആവശ്യപ്പെട്ടാൽ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നതാണ് മന്ത്രി പറഞ്ഞത്. വാർത്തകൾ നോക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാർ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് രമേശ് ചെന്നിത്തല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി VN വാസവനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകും. സംഗമത്തിന്റെ മറവിൽ നടന്നത് വൻ തട്ടിപ്പാണ്. VN വാസവന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. വാസവൻ രാജിവെക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ട്. മഠത്തിൽ വരവ് സമയം പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കണ്ടെത്തൽ. CCTV, ഫോൺ എന്നിവയുടെ ശാസ്ത്രീയ ഫലം വന്നിട്ടില്ല. തൊട്ടു മുന്നിലുള്ള പൂരത്തിനിടയിലും പോലീസുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു. ആസൂത്രിത നീക്കം ഉണ്ടായോ എന്ന കാര്യത്തിൽ ADGP തലത്തിൽ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ 2024 ഒക്ടോബറിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. തൃശൂർ പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. റിപ്പോർട്ടിലെ ഒരു വരി പോലും അംഗീകരിക്കില്ല. പോലീസുകാർ പൂരം കലക്കിയെന്ന് വ്യക്തമാണെന്നും മുരളീധരൻ പറഞ്ഞു. പിണറായിയുടെ തിരക്കഥയും അജിത് കുമാറിന്റെ സംവേദനവുമാണ് റിപ്പോർട്ട്. പൂരം കലക്കിയത് അജിത് കുമാറും പോലീസും തന്നെയാണെന്നും ഈ തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയവരാണ് കുറ്റം ചെയ്തതെന്നും മുരളീധരൻ വിമർശിച്ചു. ഇന്ത്യയിൽ മുഴുവൻ കണ്ടൊരു കാഴ്ച വ്യക്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൂരം കലക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളും കാണിച്ച ഇതിനെല്ലാം മറച്ചു വെച്ച് അജിത് കുമാറെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയ തിരക്കഥ. ഈ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാർ. പിണറായിയുടെ തിരക്കഥ അജിത് കുമാറിന്റെ സംവിധാനം.
പുതിയ KPCC അധ്യക്ഷൻ ഉടനെന്ന സൂചന. കോൺഗ്രസ് സ്ഥാനാർത്ഥി സർവേ പൂർത്തിയായി 20-ന് ഹൈക്കമാൻഡിന് കൈമാറും. സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനാലാണ് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത്. ബെന്നി ബെഹനാനും ആന്റോ ആന്റണിയും പരിഗണനയിൽ. വിവരങ്ങൾ D. ബിനോയ് നൽകും. സ്ഥാനാർത്ഥി നിർണയത്തോടൊപ്പം തന്നെ താൽക്കാലിക KPCC അധ്യക്ഷനെയും നിയമിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. കാരണം പേരാവൂരിൽ നിന്നും സണ്ണി ജോസഫ് ഇത്തവണയും മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ ആ മേഖലയിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ KPCC അധ്യക്ഷൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പക്ഷേ താൽക്കാലിക അധ്യക്ഷനായിരിക്കും. അതല്ല, ഇദ്ദേഹം UDF അധികാരത്തിൽ വരികയും ഇദ്ദേഹം വിജയിക്കുകയും UDF അധികാരത്തിൽ വരികയും മന്ത്രിയോ മറ്റോ ആവുകയാണെന്നുണ്ടെങ്കിൽ KPCC അധ്യക്ഷ പദവിയിലേക്ക് തുടർന്ന് വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരം KPCC അധ്യക്ഷൻ എന്ന ചുമതല നൽകിക്കൂടെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഒരു നിയമനത്തിലേക്ക് കടക്കുക. അങ്ങനെയാണെങ്കിൽ 2 പേരുടെ പേരുകളാണ് ഇപ്പോൾ സജീവമായി കേൾക്കുന്നത്. ഒന്ന് ബെന്നി ബെഹനാൻ, മറ്റൊരു പേര് ആന്റോ ആന്റണിയാണ്. ഇതിൽ ബെന്നി ബെഹനാൻ്റെ പേരിനാണ് കൂടുതൽ സാധ്യത. പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ നിന്നുള്ള ആൾ, അതിന് ഉപരി സാമുദായികമായ ഒരു സന്തുലനാവസ്ഥ, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴും രാഷ്ട്രീയ രംഗത്തുള്ള തൻ്റെ പ്രവർത്തന മേഖലകളിൽ ഒരു മികവ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ ബെന്നി ബെഹനാനായിരിക്കും സാധ്യത കൂടുതൽ. ഇത് കൂടാതെ MM ഹസൻ, അതുപോലെ തന്നെ KC ജോസഫ് തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സാധ്യത ബെന്നി ബെഹനാന് തന്നെയായിരിക്കും. ഏകദേശം ഈ മാസം 20-ാം തീയതിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അതേസമയം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ലിസ്റ്റ്, സർവേ നടത്തിയിരുന്നു. സുനിൽ കനകല്ലുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് സർവേ നടത്തിയിരുന്നത്. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ നിന്നും 4 മുതൽ 5 വരെ ആളുകളുടെ പേരുകൾ തിരഞ്ഞെടുത്തിട്ട് അവരിൽ നിന്നും വിജയസാധ്യതയുള്ള ആളുകൾ, ഒപ്പം തന്നെ ജനസമ്മതിയുള്ള ആളുകൾ, ഇങ്ങനെ തരംതിരിച്ച് കണ്ടെത്തിയതിന് ശേഷമുള്ള ഒരു പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. ഹൈക്കമാൻഡ് ഇതിൽ നിന്നായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. ഈ നടപടിക്രമങ്ങൾക്കൊപ്പം തന്നെ KPCC അധ്യക്ഷനെ കൂടി തീരുമാനിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർച്ച് ആദ്യ വാരത്തോടുകൂടി തന്നെ പുതിയ KPCC അധ്യക്ഷൻ കേരളത്തിൽ എത്തപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ചില ജില്ലാ കമ്മിറ്റികളിലും മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. DCC അധ്യക്ഷന്മാരാരെങ്കിലും മത്സരരംഗത്തുണ്ടെങ്കിൽ അവരെയും താൽക്കാലികമായി മാറ്റും. അത്തരത്തിൽ DCC അധ്യക്ഷന്മാരെ കൂടി മാറ്റിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു മാറ്റങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. പ്രത്യേകിച്ചും സണ്ണി ജോസഫിനെ കൂടാതെ തന്നെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള 1-2 DCC പ്രസിഡന്റുമാർ മത്സരരംഗത്തുണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പകരമുള്ള ആളുകളെ കൂടി കണ്ടെത്തേണ്ടി വരും. അത്തരത്തിൽ ഒരു നീക്കം കൂടി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. നിലവിൽ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. സുനിൽ കനകലു തയ്യാറാക്കിയ റിപ്പോർട്ട് ഇപ്പോൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അതുപോലെ തന്നെ AICC നേതൃത്വത്തിനും അല്ലെങ്കിൽ ഹൈക്കമാൻഡിനും കൈമാറും. അവിടെ നിന്നായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. പ്രധാനമായും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ഈ KPCC അഴിച്ചുപണി സംബന്ധിച്ചുള്ള ആളുകളുടെ പേരുകളും പുറത്തു വരും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ KPCC അഴിച്ചുപണിക്കൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നതിന് സമാന്തരമായി തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ഈ മണ്ഡലം തലത്തിലൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ മണ്ഡലം തലത്തിലും മാറ്റങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഈ പല മണ്ഡലം കമ്മിറ്റി ആളുകളും അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരൊക്കെ ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെയും ആ ചുമതലകളിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള അഴിച്ചുപണിയിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങും എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് ആദ്യ വാരത്തോടുകൂടി തന്നെ പുതിയ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരും മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാതിയുടെ പോസ്റ്റർ കൊണ്ടുവച്ചത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവെന്ന് കണ്ടെത്തൽ. പള്ളിയിലെ CCTV പരിശോധിച്ചതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. കല്ലറയിൽ ജോസ് കെ മാണിയുടെ ജാതിയുടെ പോസ്റ്റർ കണ്ടതിനെതിരെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർത്തിയിരുന്നത്. LDF ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അപമാനിച്ചെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സംഭവത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ഖേദം പ്രകടിപ്പിക്കണമെന്നും DCC ആവശ്യപ്പെട്ടിരുന്നു. CPIM ലോക്കൽ കമ്മിറ്റി നൽകിയ പരാതി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിൽ പോസ്റ്റർ പതിപ്പിച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു.
CPIM പച്ചയ്ക്ക് വർഗീയത പറയുന്ന പാർട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിസഭയിലെ ഒരു മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടും അതേ സ്ഥാനത്ത് തുടരുകയാണ്. UDF-ലാണെങ്കിൽ 24 മണിക്കൂർ പോലും ആ മന്ത്രി സ്ഥാനത്തുണ്ടാവില്ല. വർഗീയതയോട് UDF-ന് ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നാൽ വർഗീയത പറയുന്നവരെ പൊന്നാടി അണിയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വർഗീയതയാണ് ഇവിടെ ചർച്ച. വർഗീയത പറയുകയാണ്. പറഞ്ഞല്ലോ സജി ചെറിയാൻ എന്താ പറഞ്ഞത്? ഒരു മന്ത്രി പറയുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചവരുടെ പേര് നോക്ക്, അപ്പറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത്? നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അയാൾ മന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. UDF-ലാണെങ്കിൽ 24 മണിക്കൂർ അയാൾ ആ കസേരയിൽ ഇരിക്കില്ല. നിങ്ങൾക്ക് നാണമില്ല. പിന്നെ വർഗീയത പറയുന്ന ആളുകളെ പൊന്നാട അണിയിക്കുക പിണറായി വിജയന്റെ പരിപാടി. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനാണ് തനിക്ക് താൽപ്പര്യമെന്ന് തൃശൂർ മുൻ മേയർ MK വർഗീസ്. മത്സര രംഗത്തേക്കില്ല, ഒരു സാധാരണ പ്രവർത്തകനായി തുടരാനാണ് ആഗ്രഹമെന്നും കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി വരികയാണെന്നും MK വർഗീസ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു MK വർഗീസ്. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് എൻ്റെ താല്പര്യം. ഞാനൊരു മത്സര രംഗത്തോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സാധാരണ പ്രവർത്തകനായിട്ട് നിലനിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരു അധികാരവും എനിക്ക് താല്പര്യം. കാരണം 5 വർഷക്കാലം തൃശ്ശൂർ പട്ടണത്തിനകത്ത് കോർപ്പറേഷൻ ഭരിക്കാൻ കിട്ടിയതിൽ വളരെ തന്നെ സന്തോഷമുണ്ട്. കാരണം അതൊരു ദൈവകൃപയോട് കിട്ടിയതാണ്, അല്ല പാർട്ടി തന്നതൊന്നും അല്ലല്ലോ. ആ കൃപ മാത്രം മതി എനിക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് പാർട്ടിയിൽ ഇപ്പോൾ വളരെയധികം ആൾക്കാർ ആഗ്രഹിച്ച് നടക്കുന്നവരൊക്കെയുണ്ട്. അവരുമായിട്ട് ഒരു യുദ്ധത്തിനൊന്നും ഞാൻ തയ്യാറില്ല. നമ്മൾ ഒരു സജീവ പ്രവർത്തകനായിട്ട് തിരിച്ച് കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിനെ പല ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിലുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കരസേന മുൻ മേധാവി നരവനെയുടെ പുസ്തകം ചോർന്നതിൽ പ്രസാധകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ്. പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന് പോലീസ് നോട്ടീസ് അയച്ചു. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ചോർന്നത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്ന് പോലീസ്. ഇക്കാര്യത്തിൽ പ്രസാധകർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പുസ്തകം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ലഭിച്ചുവെന്നതും അന്വേഷിക്കുന്നുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ PDF പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിന്റെ പ്രീപ്രിന്റ് കോപ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിന്റെ PDF പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്നും പോലീസ് കണ്ടെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുതിയ ഓഫീസിലേക്ക് മാറും. സൗത്ത് ബ്ലോക്കിലെ ഓഫീസിൽ നിന്ന് സേവാ തീർത്ത് എന്ന പുതിയ ഓഫീസ് സമുച്ചയത്തിലേക്കാണ് മാറുന്നത്. സെൻട്രൽ വിസ്തയുടെ ഭാഗമായി പണി കഴിപ്പിച്ച ഓഫീസ് സമുച്ചയങ്ങളുടെ ഉദ്ഘാടനവും സെൻട്രൽ സെക്രട്ടേറിയറ്റിനോടായുള്ള പുതിയ കർത്തവ്യ ഭവൻ 1, 2 എന്നിവയുടെ ഉദ്ഘാടനവും മോദി ഇന്ന് നിർവഹിക്കും. ആഭ്യന്തരം, ധനം ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങൾ നേരത്തെ നോർത്ത് ബ്ലോക്കിൽ നിന്നും കർത്തവ്യ ഭവനിലേക്ക് മാറിയിരുന്നു. ദേശീയ സുരക്ഷാ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വിദേശ അതിഥികളെ സ്വീകരിക്കാനുള്ള മന്ദിരം എന്നിവയാണ് സേവാതീർത്തിലുള്ളത്. സൗത്ത് ബ്ലോക്കിലെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വൈകിട്ട് പൊതുസമ്മേളനവും നടക്കും. ബംഗ്ലാദേശിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BNP-യെ നിർണായക വിജയത്തിലേക്ക് നയിച്ചതിന് നേതാവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ താരിഖ് റഹ്മാനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങൾക്ക് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം. ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ബംഗ്ലാദേശിന് ഇന്ത്യ പിന്തുണ നൽകും. സമൂഹ മാധ്യമമായ X-ലൂടെയാണ് പ്രധാനമന്ത്രി ആശംസ അറിയിച്ചത്. ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് ബംഗ്ലാദേശിൽ നടന്നത്. ഇനി നോക്കാം സ്വർണ്ണം വില നിരക്കുകൾ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,800 രൂപ, പവന് 94,400 രൂപ. വെള്ളി ഗ്രാമിന് 280 രൂപ, കിലോ 2,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്തകൾ തുടർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സാമ്പത്തിക സഹായവുമായി സ്റ്റാലിൻ സർക്കാർ. കലൈഞ്ചർ മകളിർ ഉരുമൈ തൊക്കെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകൾക്ക് 5,000 രൂപ വീതം അക്കൗണ്ടിൽ നൽകി. സമൂഹ മാധ്യമമായ എക്സിലൂടെ ആണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 1.31 കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തിയത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങളിലെ പ്രതിമാസ വിഹിതം ചേർന്ന് 3,000 രൂപയും പ്രത്യേക വേനൽക്കാല സഹായമായ 2,000 രൂപയും ഉൾപ്പെടെ 5,000 രൂപയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത്. DMK സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്ന പക്ഷം ഈ പദ്ധതി പ്രകാരം നൽകുന്ന തുക 1,000-ൽ നിന്നും 2,000 ആക്കി ഉയർത്തുമെന്നും MK സ്റ്റാലിൻ വ്യക്തമാക്കി. இன்னைக்கு காலையில நம்ம அரசு சார்பில் 5,000 ரூபாய் உங்க அக்கௌண்ட்டுக்கு வந்திருக்கோம். எதுக்காக இந்த பணம்? நாங்க ஆட்சி பொறுப்பேற்றப்போ கொரோனா உச்சத்துல இருந்துச்சு. அதை சமாளிச்சு மக்களின் உயிரை காத்தது மட்டும் இல்ல, அவங்க வாழ்வாதாரத்தை காக்க 4,000 ரூபாய் நிவாரண தொகையையும் வழங்கணும். சென்ற ஆட்சி விட்டுட்டு போன கடுமையான நிதி நெருக்கடியை சமாளிச்சு ஆட்சிக்கு வந்ததுமே பல திட்டங்களை நிறைவேற்றணும். நம்ம ஆட்சிக்கு வர்றதுக்கு முன்ன மாதம் 1,000 ரூபாய் உரிமை தொகை வழங்கப்படும்னு அறிவிச்சேன். அப்போ இது சாத்தியமே இல்லைன்னு சிலர் சொன்னாங்க. ஆனாலும் நிதி நெருக்கடியை சமாளிச்சு ஒன்றிய அரசினுடைய ஓரவஞ்சனையை மீறி கடந்த 2023ஆம் ஆண்டு செப்டம்பர் மாதம் முதல் கலைஞர் மகளிர் உரிமை திட்டத்தை வெற்றிகரமா செயல்படுத்திட்டு வரோம். முதல்ல 1,13,00,000 மகளிருக்கு பயனளிச்ச இந்த திட்டம் அண்மையில அது விரிவுபடுத்தப்பட்டு இப்போ 1,31,00,000 குடும்ப தலைவிகள் பயன்பெற்று வராங்க. இது வெறும் நிதி உதவி இல்ல, சமூகத்துல பெண்கள் ஆற்றும் பங்களிப்பை அங்கீகரிப்பதற்காக கொடுக்கப்படுகிற உரிமை தொகை. തീരസംരക്ഷണ സേനയ്ക്കായി 8 ഡോണിയർ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ച് പ്രതിരോധ മന്ത്രാലയം. പൊതുമേഖലാ എയ്റോസ്പേസ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി 2,312 കോടി രൂപയുടെ കരാറിലാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചത്. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാറിന് അന്തിമ രൂപം നൽകിയത്. തീരസംരക്ഷണ സേനയ്ക്ക് വേണ്ടി 8 ഡോണിയർ 228 വിമാനങ്ങളും മറ്റ് ഉപകരണങ്ങളും വാങ്ങുന്നതായാണ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചത്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ കേന്ദ്ര സർക്കാർ ലക്ഷ്യങ്ങളെ കരാർ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. കർണാടക BJP MLAയും മുൻ മന്ത്രിയുമായ ഭൈരതി ബസവരാജ് അറസ്റ്റിൽ. 2025 ജൂലൈ 15-ന് ഭാരതി നഗറിൽ 40-കാരനായ ശിവപ്രകാശ് എന്ന ബിക്കു ശിവുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. കേസിലെ 5ാം പ്രതിയാണ് ബസവരാജ്. വ്യാഴാഴ്ച അഹമ്മദാബാദിൽ നിന്നും കെമ്പഗൌഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതിന് പിന്നാലെ MLAയെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച കർണാടക ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബസവരാജ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. മണിക്കൂറുകൾക്കകമാണ് പോലീസ് MLAയെ കസ്റ്റഡിയിലെടുത്തത്. തഗർനഗർ പ്രദേശത്തെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. മധ്യപ്രദേശിൽ വാലന്റൈൻസ് ഡേ ആഘോഷത്തിനിടെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം. കോളേജിൽ നിർമ്മിച്ച വേദി ബജ്രംഗ് ദൾ പ്രവർത്തകർ അടിച്ചു തകർത്തു. ഇൻഡോറിലുള്ള നർസി മോൻജി കോളേജിൽ സംഘടിപ്പിച്ച വാലന്റൈൻസ് ഡേ പരിപാടിയിലാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ തടസ്സപ്പെടുത്തിയത്.
ക്യാമ്പസിനുള്ളിൽ അതിക്രമം നടത്തുകയും ചെയ്തു. കോളേജ് പരിസരത്ത് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെയാണ് ഒരു കൂട്ടം ആളുകൾ അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ടതെന്ന് പോലീസ് പറഞ്ഞു. ക്യാമ്പസിനുള്ളിലെ വേദി നശിപ്പിച്ച പ്രവർത്തകർ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പീഡന കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം കിട്ടിയതോടെ പാർട്ടിയിൽ തിരിച്ചെടുക്കുമോ എന്ന ചർച്ച സജീവമാവുകയാണ്. യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ ആവശ്യം കോൺഗ്രസിനോട് ആവശ്യപ്പെടാനുള്ള നീക്കം തുടങ്ങി. സമാനമായ കുറ്റാരോപിതർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ തിരിച്ചെടുക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മൂന്ന് പീഡന പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ആദ്യ പീഡന പരാതിയിലാണ് ഇപ്പോൾ അവസാന ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇതോടെ എല്ലാ കേസുകളും ഇനി വിചാരണയിലേക്ക് കടക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇവിടെ മറ്റൊരു വിചാരണ കൂടിയുണ്ട്. കോൺഗ്രസ് നേതാവെന്ന നിലയ്ക്ക് പാർട്ടിക്ക് ഉള്ളിലെ വിചാരണ. മുതിർന്ന നേതാക്കന്മാർ രണ്ട് ചേരിയായി തിരിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോരാടിയത്. ആദ്യ പരാതി വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷ നേതാവും മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരനും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസ് പദവി, അതായത് അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയണം എന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയായിരുന്നു. കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ബുദ്ധിശാലിയായ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു നീക്കം എന്ന് വേണം അതിനെ കരുതുവാൻ, അല്ലെങ്കിൽ കണക്കാക്കാൻ. ഒപ്പം നിൽക്കുവാൻ കെ മുരളീധരനും ഉണ്ടായിരുന്നു. കാരണം ഇരുവരെയും സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പേരുദോഷങ്ങൾ പിന്നാലെ വരുന്ന ഒരു പതിവുണ്ടായിരുന്നെങ്കിലും കുറേ നാളുകളായി ഇതിൽ നിന്നെല്ലാം ഒതുങ്ങി നിൽക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലെ പരാതികൾ ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും ചില ചെറിയ കല്ലുകടികൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ അനുമതിയില്ലാതെ PV അൻവറിനെ കാണാൻ പോയതും ചില സമയങ്ങളിലൊക്കെ ചില യുവ നേതാക്കന്മാർക്കൊപ്പം നിന്നുകൊണ്ട് നടത്തുന്ന ചില പ്രസ്താവനകളും ഒക്കെ തന്നെ നേതാക്കന്മാരെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ഒന്നാമത്തെ പീഡന പരാതി എത്തുന്നത്. പരാതിയായിട്ടല്ല, പക്ഷേ അത് ചില വാട്സപ്പ് ചാറ്റുകളായി പുറത്തു വന്ന ആ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയുകയായിരുന്നു. അതിൽ ഏറ്റവും മുന്നിൽ നിന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. നിമിഷങ്ങൾ, മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വേഗത്തിൽ തന്നെ അത് AICCയുടെ മുന്നിലേക്ക് എത്തുന്നു. ഹൈക്കമാൻഡ് ഇടപെടുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ രാജിവെക്കാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്തായി നിൽക്കുന്ന സമയത്താണ് പിന്നീട് ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിലുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെയൊക്കെ തന്നെ അത്യാവശ്യം പ്രതിരോധിക്കുവാൻ തക്കതായ രീതികളും വിദ്യകളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രയോഗിച്ചെങ്കിൽ തന്നെയും കോൺഗ്രസിന് മുന്നിൽ അത് വിലപ്പോയില്ല. പക്ഷേ അവിടെയും കോൺഗ്രസിനകത്ത് മാങ്കൂട്ടത്തിന് ഒരു വിഭാഗം രക്ഷകരുണ്ടായിരുന്നു. ആ രക്ഷകർ ആര് എന്നുള്ളതല്ലേ ചോദ്യം. തീർച്ചയായും അവിടെ മൗനം പാലിച്ച ചില ആളുകളിൽ ഒരാൾ KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ, ഒപ്പം തന്നെ ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ, അങ്ങനെ തുടങ്ങി ഇവരൊക്കെ തന്നെ ഒരു മെല്ലെ
മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചിരുന്നു. കാരണം ഉടനെ പുറത്താക്കേണ്ട, വരട്ടെ കേസ്, നടപടികൾ വരട്ടെ, അങ്ങനെ പലത് പറഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം പാലക്കാട് മണ്ഡലത്തിൽ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെയധികം ശക്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടി വോട്ട് പിടിച്ചതും, ഒപ്പം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കളക്ടറുടെ മുന്നിലും ഒപ്പം ഭരണാധികാരികളുടെ മുന്നിലുമൊക്കെ വാദം ഉന്നയിച്ച് പിടിച്ചുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്, രാഷ്ട്രീയ കേരളം കണ്ടതാണ്. പക്ഷേ അവിടെയാണ് ഒരു കാര്യം, അവിടെ നിന്ന് പിന്നീട് അടുത്ത പീഡന പരാതിയിലേക്ക് വരുന്നു. തൊട്ട് പിന്നാലെ അടുത്ത പീഡന പരാതി എന്ന് മാത്രമല്ല, ഒന്നാമത്തെ പീഡന പരാതി അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി അവരുടെ മറ്റു തരത്തിലുള്ള കുറേ വാട്സപ്പ് ചാറ്റുകൾ കൂടി പരാതി രൂപേണ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയതോടെ നിക്കക്കള്ളിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിടുകയായിരുന്നു, ഒളിവിൽ പോവുകയായിരുന്നു. അപ്പോഴും കോൺഗ്രസ് വെറുതെ നോക്കിയിരുന്നില്ല. കോൺഗ്രസിൽ വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, കാരണം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സർവശക്തനാണ്, എല്ലാ തരത്തിലും സമ്മർദ്ദം ചെലുത്തുവാൻ കഴിവുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങപ്പെടുന്നു, കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വഴി തെളിയപ്പെടുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണ്. പക്ഷേ ഇവിടെയാണ് ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3 കേസുകളിൽ അല്ലെങ്കിൽ 3 പരാതികളിലായി ഇപ്പോൾ ജാമ്യം നേടി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്തേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അകത്തേക്ക് വരുവാൻ ആര് വഴിയൊരുക്കും, അങ്ങനെ ഒരു അവസരമുണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പല പ്രാവശ്യം പല ആവർത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു താൻ ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ നിലകൊള്ളും, തന്നിലെ കോൺഗ്രസ്സുകാരനെ അകറ്റുവാൻ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള കോൺഗ്രസ്സുകാരനെ ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയില്ല, പക്ഷേ കോൺഗ്രസിന് തന്നെ പുറത്താക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വളരെ സാഹിത്യാത്മകമായ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ അത് എത്ര കണ്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിക്കും എന്നുള്ളതാണ് പലപ്പോഴായി പല ആവർത്തിയായി ചർച്ചയായി മാറപ്പെട്ടത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരു ജാമ്യം കൂടി, അതായത് 3ാമത്തെ കേസിലും മുൻകൂർ ജാമ്യം കിട്ടിയതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഒരു ആശ്വാസമുണ്ട്. കാരണം വരാൻ പോകുന്നത് ഇനിയിപ്പോൾ വലിയ തെരഞ്ഞെടുപ്പാണ് നിയമസഭയിലേക്ക്. കാരണം 2 പ്രാവശ്യമായി ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന UDF ഏതെങ്കിലും വിധത്തിൽ ഭരണം പിടിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രചാരകന്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായി കവലപ്രസംഗങ്ങളിലും മറ്റുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടുത്തിയാലും എന്നൊക്കെയുള്ള ചില ചിന്തകൾ ചില നേതാക്കന്മാർക്കുണ്ട്. പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവ് എത്ര കണ്ട് അനുകൂലിക്കും അല്ലെങ്കിൽ എത്ര കണ്ട് ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ കേസിന്റെ വഴിക്ക് പോകുമെങ്കിലും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിക്കുവാൻ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം കൂട്ടാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹായം തേടി അല്ലെങ്കിൽ പ്രചരണ പരിപാടികളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ കൈമലർത്തി കാണിക്കും ഉറപ്പായും പ്രതിപക്ഷ നേതാവ്, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ എങ്കിലും ചില നേതാക്കന്മാർക്ക് മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഒരു മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു സഹായം ചില മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാൻ പോകുന്നത്. കാരണം LDFിലുമുണ്ട് അല്ലെങ്കിൽ CPIMലുമുണ്ട് ഇത്തരത്തിൽ പരാതി കിട്ടിയിരിക്കുന്ന പരാതിക്ക് അല്ലെങ്കിൽ ഇത്തരം പരാതികൾ ഏറ്റുവാങ്ങി നിലനിൽക്കുന്ന MLAമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉൾക്കൊണ്ടുകൂടാ? അദ്ദേഹത്തിനും ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു. ജാമ്യത്തിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് വലിയ തരത്തിലുള്ള കുറ്റങ്ങളൊന്നും കാണുന്നില്ല. ഉഭയകക്ഷി രണ്ടുപേരും സമ്മതിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട വഴിക്ക് പോകും എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ ഇതിലൊക്കെ ഒരു മുന്നോട്ട് പോക്ക് നടത്താൻ ചില കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമങ്ങൾ നടത്തും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് ചർച്ചയാവും. കാരണം മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. കാരണം ഒപ്പം നിന്നാൽ ഒരു യുവ നേതാവാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും പക്ഷേ പ്രതിപക്ഷ നേതാവ് എത്ര കണ്ടത് പിന്തുണയ്ക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി നിർത്തുന്നതിനോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, മുൻ അധ്യക്ഷന്മാരുണ്ട്. ഇവർക്കൊക്കെ ഏതെങ്കിലും വിധേയനെ ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ച് നിർത്തണം എന്നൊരു താല്പര്യമുണ്ട്. അതിൻ്റെ വിദ്വേഷം പല ആവർത്തി പലതരത്തിലൊക്കെ ഈ യൂത്ത് നേതാക്കന്മാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവിനോട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് കിട്ടിയില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം മാങ്കൂട്ടത്തിനെ ഒപ്പം നിർത്തണം എന്ന ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്.
കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. തോറ്റു പിന്മാറാനല്ല, ജയിച്ച് ചരിത്രമാവാനാണിഷ്ടം. ജൂനിയേഴ്സ് ജേണി ഫെബ്രുവരി 13 മുതൽ തിയേറ്ററുകളിൽ. ജൂനിയേഴ്സ് ജേണി. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർക്ക് ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH accredited hospital in Thrissur. Jewel Rock Hire Purchase and Leasing Private Limited, Kerala and Tamil Nadu. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. വാർത്തകൾ തുടരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ നിന്ന് ജോസ് കെ മാണി തന്നെ മത്സരിച്ചേക്കുമെന്ന് ആവർത്തിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ. നേരത്തെ പറഞ്ഞത് പെട്ടെന്നുള്ള ചോരത്തിളപ്പിൽ പറഞ്ഞതല്ല, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഇടുക്കി ജനതയ്ക്കൊപ്പമാണ്. പിന്നെന്തിനാണ് താൻ ഇടുക്കിയിൽ നിന്ന് മാറി നിൽക്കണം? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇടുക്കിക്കാർക്കൊപ്പം ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള കോൺഗ്രസ് നാഥനില്ല കളരി അല്ലെന്നും പാർട്ടിക്ക് വേണ്ടത് ലീഡർഷിപ്പാണെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. കേരള പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാന്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദിനില്ലാത്ത കളരിയല്ലോ. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങൾ കൂടുതലുള്ളൂ. പിന്നെ ഞങ്ങൾ എന്താ പിന്നെ അങ്ങ് ആർമിക്കുക? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. ചെയർമാൻ പാലായിൽ മത്സരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഞങ്ങൾ ആരും മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞാൽ അനാഥത്വത്തിന്റെ പക്കൽ നിന്നൊന്നും ഉയർന്നു വന്നതല്ല കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, നേതാക്കന്മാർ മത്സരിക്കും. അങ്ങനെ നേതാക്കന്മാർ മത്സരിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോഴല്ലേ പാർട്ടിയെ നിലനിർത്തുന്നത്. പിന്നെ ഞങ്ങളാരും മത്സരിക്കില്ല എന്ന് പറയുന്നതാണ് വലിയ മഹാത്മ്യം. ചെയർമാൻ പറഞ്ഞ എന്താ, ആ തീരുമാനം പാർട്ടി കൈക്കൊള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതേ ചെയർമാൻ പറഞ്ഞ ആ തീരുമാനം പാർട്ടി കൈക്കൊള്ളും. അത് കറക്റ്റ് അല്ലേ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ നിന്ന് ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ. നേരത്തെ പറഞ്ഞത് പെട്ടെന്നുള്ള ചോരത്തിളപ്പിൽ പറഞ്ഞതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഇടുക്കി ജനതയ്ക്കൊപ്പമാണ്. പിന്നെ എന്തിനാണ് താൻ ഇടുക്കിയിൽ നിന്നും മാറി നിൽക്കണം എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇടുക്കിക്കാർക്കൊപ്പം ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള കോൺഗ്രസ് നാഥനില്ലാ കളരി അല്ലെന്നും പാർട്ടിക്ക് വേണ്ടത് ലീഡർഷിപ്പാണെന്നും റോഷി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഉൾപ്പെടെ മത്സരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമായിട്ടില്ല എന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. യാത്ര കഴിഞ്ഞ് മാത്രമേ അതിനെപ്പറ്റിയുള്ള ചർച്ചയിലേക്ക് പോകൂ. സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യം ചർച്ചയ്ക്ക് ശേഷം പാർട്ടിയുമായിട്ട് തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതും ഇപ്പോൾ MLA-മാരായിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളും എല്ലാം പൊതുവെയൊക്കെ അങ്ങനെ തന്നെ പോകും. പക്ഷെ തീരുമാനം LDF കൂടി തീരുമാനമെടുക്കും. നമ്മുടെ ഈ യാത്ര കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിന് ചർച്ചയിലേക്ക് പോകുള്ളൂ. പക്ഷെ പൊതുവെ നമ്മളെ ഒരു ധാരണയിലാണ്. ആ ധാരണ
ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് ആവുന്നത് ചില നീക്കുപോക്കുകൾ ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പോൾ ഇരിക്കുന്ന MLA-മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പാർട്ടി ഇത് ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. കോഴിക്കോട് എരഞ്ഞിപ്പാലം സിഗ്നൽ ജംഗ്ഷനിൽ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ സ്കൂട്ടർ ഉടമയ്ക്കെതിരെ നടപടി. ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇയാളോട് എടപ്പാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിലെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചതായും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റിയത് എരഞ്ഞിപ്പാലം സ്വദേശി പ്രഭാവതി അമ്മ ചോദ്യം ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എരഞ്ഞിപ്പാലം സിഗ്നൽ ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഫുട്പാത്തിലേക്ക് സ്കൂട്ടർ കയറ്റിയത്. ഇതിലെ വണ്ടികൾ പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിയമം പറയുകയാണോ എന്നായിരുന്നു ബൈക്ക് ഡ്രൈവറുടെ ചോദ്യമെന്ന് പ്രഭാവതി പറഞ്ഞു. ആദ്യം തമാശ മട്ടിലാണ് വണ്ടി പിന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇയാളുടെ പ്രതികരണം ശരിയല്ലെന്ന് കണ്ടതോടെയാണ് കർശനമായി നിലപാട് സ്വീകരിച്ചതെന്നും പ്രഭാവതി അമ്മ പറഞ്ഞു. കണ്ണൂരിൽ മദ്യലഹരിയിൽ അമ്മയോട് മകന്റെ ക്രൂരത. കസേരയിലിരുന്ന അമ്മയെ മകൻ വലിച്ചെറിഞ്ഞു. പള്ളിയാമൂല സ്വദേശി ശാന്ത ഗുരുതരാവസ്ഥയിലാണ്. മകൻ സജീവൻ കസ്റ്റഡിയിൽ. ചെലവിന് പണം നൽകാത്തത് ചോദ്യം ചെയ്തതാണ് അതിക്രമത്തിന് കാരണം. കണ്ണൂരിലാണ് മദ്യലഹരിയിൽ അമ്മയോട് മകന്റെ ക്രൂരതയുണ്ടായിരിക്കുന്നത്. കസേരയിലിരുന്ന അമ്മയെയാണ് മകൻ വലിച്ചെറിഞ്ഞത്. പള്ളിയാമൂല സ്വദേശി ശാന്ത ഇതേ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ്. മകൻ സജീവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെലവിന് പണം നൽകാത്തത് ചോദ്യം ചെയ്തതാണ് ഈ ഒരു അതിക്രമത്തിന് കാരണമായത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ശാന്തയുടെ മകൻ സജീവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പള്ളിയാമൂല സ്വദേശി ശാന്ത നിലവിൽ ഗുരുതരാവസ്ഥയിലാണ്. കണ്ണൂരിലാണ് മദ്യലഹരിയിൽ അമ്മയോട് മകന്റെ ക്രൂരതയുണ്ടായത്. കസേരയിലിരുന്ന അമ്മയെയാണ് മകൻ വലിച്ചെറിഞ്ഞത്. ചെലവിന് പണം നൽകാത്തത് ചോദ്യം ചെയ്തതാണ് ഈ ഒരു അതിക്രമത്തിന് കാരണം. പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിൽ. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് മമ്പാടിനെയാണ് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പോക്സോ കേസിൽ ഇയാൾ പിടിയിലായത്. 2022 സെപ്റ്റംബറിൽ നടന്ന ലൈംഗിക അതിക്രമ പോക്സോ കേസിലാണ് പോലീസ് നടപടി. കോഴിക്കോട് സ്വദേശിയായ 16 വയസ്സുകാരിക്ക് നേരെയായിരുന്നു അതിക്രമം ഉണ്ടായിരുന്നത്. 16 വയസ്സുകാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് സാമൂഹിക മാധ്യമങ്ങളടക്കം നിരവധി വീഡിയോ പങ്കുവയ്ക്കാറുണ്ട്. സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദ് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ തുറന്നു പറച്ചിലുമായി പരാതിക്കാരി ഡോക്ടർ ആശ ആച്ചി ജോസഫ്. കുഞ്ഞുമുഹമ്മദ് നടത്തിയ അതിക്രമം ബോധപൂർവമായിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ചാനലുകളിൽ വാർത്ത വരും വരെ പോലീസ് FIR ഇട്ടിട്ടില്ല. മിണ്ടാതിരിക്കണമെന്ന് തന്നോട് പലരും പറഞ്ഞു. സഹതാപമല്ല, ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും ആശ പറഞ്ഞു. ഒരു പത്രത്തിൽ എഴുതിയ ലേഖനത്തിനാണ് ആശയുടെ തുറന്നു പറച്ചിൽ. IFFK-യിൽ മലയാള സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള ജൂറിയുടെ ചെയർമാനായിരുന്നു കുഞ്ഞുമുഹമ്മദ്. സ്ക്രീനിങ്ങിന് ശേഷം ഹോട്ടൽ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാണിച്ച മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തിരുന്നത്. അതേസമയം പരാതി കുഞ്ഞുമുഹമ്മദ് നിഷേധിക്കുകയായിരുന്നു. അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും അവരോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു.
സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയിൽ കേസെടുക്കാൻ വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന് ചില പരാതിക്കാരോട് മാത്രമാണ് താൽപര്യം. അതിജീവിതയുടെ തുറന്നുപറച്ചിൽ വായിച്ചപ്പോൾ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നതിൽ അപമാനം തോന്നിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും എഫ്ഐആർ എടുക്കാൻ പോലും തയ്യാറായില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കെതിരെ പരാതി വരുമ്പോൾ കേസെടുക്കാതെ വലിച്ചു നീട്ടുകയാണ്. തുറന്നു പറയാൻ ആർജവം കാണിച്ച അതിജീവിതയെ അഭിനന്ദിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് പറ്റില്ല. സ്വന്തക്കാർ വന്നപ്പോൾ പ്രത്യേകം സ്നേഹം കൂടിയോ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സത്യത്തിൽ അവരുടെ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്നോർത്ത് അപമാനം തോന്നി എനിക്ക്. കാരണം ഇത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ കേരളത്തിൽ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ എല്ലാവരും നാരിയേക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് അവര് നവംബർ 24 തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതി ഡിസംബർ 8 വരെ എഫ്ഐആർ എടുത്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഈ സ്വന്തക്കാർ വരുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു എഫ്ഐആർ എടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയിൽ എഫ്ഐആർ കൊടുക്കാൻ പോലും തയ്യാറായില്ല. നിങ്ങൾക്കറിയാലോ, KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കാതെ അത് 14 ദിവസത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്ത്രീകൾ അപമാനിക്കപ്പെട്ട സ്ത്രീകളെ വീണ്ടും അപമാനിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം. 24 തീയതി കിട്ടിയ ഒരു കാര്യം 8 തീയതി വരെ എന്തുകൊണ്ട് എഫ്ഐആർ എടുത്തില്ല എന്ന കാര്യത്തിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. ഇതൊക്കെ ഇരട്ടത്താപ്പ് പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പ് പറ്റില്ല. ഇവര് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചരണവും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. സ്വന്തക്കാർ വന്നു കഴിഞ്ഞപ്പോ പ്രത്യേക സ്നേഹം കൂടിയ എന്താണ് കാര്യം? ഇത്രയും ദിവസം ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു എന്ന് പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ അവർ പരിഹസിക്കുകയാണ് പലരും പോലീസ് സ്റ്റേഷനുകളിൽ ഈ സ്ത്രീകളെ. അത് സംഭവിച്ചുകൂടാ കേരളത്തിൽ. അത് ഉറപ്പുവരുത്തണം. മറ്റൊരു വാർത്തയിലേക്കാണ്. കൊല്ലം പുനലൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടു. ഉപ്പുകുഴി എസ്റ്റേറ്റിലെ തൊഴിലാളി രഘുനാഥാണ് കൊല്ലപ്പെട്ടത്. തോട്ടത്തിൽ നിന്നും മടങ്ങുമ്പോഴായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. കൊല്ലം പുനലൂരിലാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. ഈ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത്. ഉപ്പുകുഴി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ രഘുനാഥാണ് കൊല്ലപ്പെട്ടത്. തോട്ടത്തിൽ നിന്നും മടങ്ങുമ്പോഴായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. കൊല്ലം പുനലൂരിലാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടത്. ഉപ്പുകുഴി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ രഘുനാഥാണ് കൊല്ലപ്പെട്ടത്. തോട്ടത്തിൽ നിന്നും മടങ്ങുമ്പോഴായിരുന്നു ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് ഉപ്പുകുഴി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ രഘുനാഥ് കൊല്ലപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്കിടെയുണ്ടായ പിടിവലിയിൽ തുറന്നടിച്ച കെ. മുരളീധരൻ. സ്നേഹത്തള്ളൽ ആയാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന കെ. മുരളീധരൻ. TV ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമെന്നും മുരളീധരൻ പറഞ്ഞു. സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് ദോഷം തന്നെയാണ്. തല്ലലും മോശമാണ്, തള്ളലും മോശമാണ്. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിലും എന്താ പറയണ്ടത്, ദേഷ്യത്തിൻ്റെ ഭാഷയിലാണ്, രൗദ്രത്തിൻ്റെ ഭാഷയിലാണെങ്കിലും ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല. ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും. ഞാൻ അത്രേ പറയുന്നു. ഈ ക്യാമറയിൽ ചിത്രം വരാനും TV-യിൽ ഇങ്ങനെ തല എത്തിയിട്ട് നോക്കും, ഇതൊക്കെ അവനോ വിചാരിക്കുന്നത് അറിയോ? നാട്ടുകാരൊക്കെ കാണുന്ന, പക്ഷെ നാട്ടുകാരെന്താ വിചാരിക്കുക എന്നുള്ള മാത്രം മനസ്സിൽ കാണുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്കിടെയുണ്ടായ പിടിവലിയിലാണ് ഇപ്പോൾ കെ. മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു സ്നേഹത്തള്ള് ആണ് എന്ന് നേതാക്കളടക്കം പറഞ്ഞിരുന്നു. ഇതിലാണ് ഇപ്പോൾ കെ. മുരളീധരന്റെ പ്രതികരണം പുറത്തേക്ക് വന്നിരിക്കുന്നത്. സ്നേഹത്തള്ളലായാലും സ്നേഹത്തല്ലായാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്നാണ് കെ. മുരളീധരൻ പറയുന്നത്. TV ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസം